ആർ യു എ ഡെമോക്രാറ്റ്? നിങ്ങളൊരു ജനാധിപത്യവാദിയാണോ? പ്രായമായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പിള്ളേരോട് ചോദ്യം ചോദിക്കുമ്പോൾ പറയുന്ന പോലെ പറയാൻ പറ്റും, നമ്മൾ ബലം പിടിച്ചിരിക്കുകയാണ്, എന്നാൽ നിങ്ങളുടെ മനസ്സിൽ യെസ് എന്നുള്ളതാണ് മറുപടി ഉള്ളത്. ഈ ജനാധിപത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പണ്ട് എബ്രഹാം ലിങ്കൺ പറഞ്ഞ ആ നിർവചനമാണ് പറയുന്നത്, ഫോർ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, അല്ലേ? അതിൻ്റെ അകത്ത് ഫോർ ദ പീപ്പിൾ മാത്രമാണ് നമ്മൾ ഇന്നുവരെ കണ്ടിരിക്കുന്ന ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ആരോ ഭരിക്കുന്നു. അതായത് നരേന്ദ്രമോദി നിങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു, പിണറായി വിജയൻ നിങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നു. അത് ഫോർ ദ പീപ്പിളാണ്. നമ്മൾ അവിടെ നിന്ന് ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ ബൈ ദ പീപ്പിൾ എന്നുള്ള സംവിധാനത്തിലേക്ക് ജനാധിപത്യത്തെ കൊണ്ടുപോവുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഉണ്ടാകേണ്ടത്. കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് ആരംഭിച്ച ഒരു അവസ്ഥയിൽ എന്നും തുടരേണ്ടതല്ല, അത് മുന്നേറേണ്ടതാണ്. മുന്നേറുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ 75 വർഷത്തെ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രം നമ്മളോട് പറയുന്നത്. 75 വർഷത്തെ ജനാധിപത്യത്തിൽ ഇവിടെ ഒന്നും നടന്നില്ലേ? എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടന്നു? നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചില്ലേ? അല്ലെങ്കിൽ എത്രയോ വലിയ കെട്ടിടങ്ങൾ പണിതു, 6 വരിയുള്ള റോഡ് പണിതില്ലേ? ഇങ്ങനെ ഒത്തിരിയേറെ വികസനങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യരെന്താ ചിന്തിക്കണ്ടേ? നിങ്ങൾ ഒരുപക്ഷെ കേരളം ഒരു പട്ടണമായതുകൊണ്ട്, ഗ്രാമമല്ലാത്തതുകൊണ്ട് ഒരു ഗ്രാമത്തിലെ അവസ്ഥ അറിയുന്നില്ല. പക്ഷേ കേരളത്തിൽ ഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിൽ ചെന്നാൽ എന്താ കാണുന്നത്? ഒരു 4 തലമുറയായി അവർ ചെയ്തിരുന്ന അതേ ജോലി ചെയ്യുന്നു. അവർ രാവിലെ ഏൽക്കുന്നു, കന്നുകാലിയെ പുലർത്തി കൊണ്ടുപോയി കെട്ടുന്നു, വയലിൽ കൃഷി ചെയ്യാൻ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. ആ അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ അയാളുടെ മകൻ ആ ജോലി തുടരുന്നു. ഇത് കേരളത്തിനേക്കാൾ അധികം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അത് തന്നെയാണ്. അപ്പോൾ 75 വർഷത്തെ ജനാധിപത്യം കൊണ്ട് ഈ സാധാരണ ജനങ്ങളിൽ ജനാധിപത്യം എത്തിയില്ല എന്നുള്ളതാണ്. അതായത് ജനങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടില്ല. അവർ ഇനി അതിനേക്കാൾ വലിയൊരു കാര്യം, നമ്മൾ അധികാരം എന്നുള്ളത്, ജനങ്ങൾക്ക് അധികാരം എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത ഒരു സത്യമാണ്. അത് മറ്റാരോ ചെയ്യേണ്ടതാണെന്നാണ് നമ്മുടെ ഒരു കാര്യം. കാരണം നമ്മൾ ഈ ഭരണകർത്താക്കളുടെ കീഴിൽ ഒരു ഭരണകർത്താവ്, അയാളുടെ കീഴിൽ ഭരിക്കപ്പെടാനുള്ള ആൾക്കാരാണ് നമ്മൾ രാജഭരണകാലത്ത് അങ്ങനെ ചെയ്തിരുന്നത്. അല്ലെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോഴും വൈസ്രോയിയാണ് ഭരണകർത്താവ്. നമ്മൾ അയാൾ ഇടുന്ന ഉത്തരവുകൾ അനുസരിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ, അധികാരിയായി ഒരാളുണ്ടാകണം, ഭരിക്കപ്പെടാൻ ഒരാളുണ്ടാകണം, ഭരിക്കപ്പെടുന്നവരായി നമ്മളും ഉണ്ടാകണം. അതാണ് നമ്മുടെ ഒരു ജനാധിപത്യ വീക്ഷണം. അത് ജനാധിപത്യമേ അല്ല. അപ്പോൾ അതിനൊരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ മാറ്റമുണ്ടാക്കാൻ ഒട്ടേറെ ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന ഒരു ശ്രമമാണ് 1993 ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് 73-74 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പെന്തക്കോസ്തുകാർ ഈ ബൈബിളിനെക്കുറിച്ച് അവിടെ പറയുന്നത്, അല്ലേ? അത് അവരുടെ മതഗ്രന്ഥമാണ്. അപ്പോൾ അവരത് വളരെ വിശുദ്ധമായി കാണുന്നുണ്ട്, ഇല്ലേ? ഖുർആൻ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശുദ്ധ ഗ്രന്ഥമാണ്, അവരതങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഈ ജീവിക്കുന്ന ജനങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം, അല്ലെ ഇന്ത്യക്കാരൻ്റെ വിശുദ്ധ ഗ്രന്ഥം ഭരണഘടനയാണ്. നമ്മൾ അതിനൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ടായിട്ട് അതിൽ എന്തേലും ഭരണമാറ്റം ഉണ്ടായെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിനെക്കുറിച്ച് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് വളരെ പുച്ഛത്തോടെ, എന്താ അവിടെ ബാക്കിയുള്ളവർ നടക്കുന്ന അതേ വെട്ടിപ്പറയുന്നത്, ഞാൻ അതിലെ പോകാറ് പോലുമില്ല, ഒരു ഗ്രാമസഭയിൽ പോലും ഞാൻ പങ്കെടുക്കാറില്ല എന്നാണ് നിങ്ങൾ പറയാനിടയുള്ളത്. ഞാൻ ചോദിക്കുന്നില്ല, ഭരണത്തിൽ ജനങ്ങൾക്ക് അധികാരം കിട്ടുന്നു എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷേ ഭരണഘടനാ ഭേദഗതി, എന്താണ് ഭരണഘടനാ ഭേദഗതി സംഭവിച്ചതെന്നറിയോ? ഈ 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243, ആ 243 എന്നുള്ളതിൻ്റെ അകത്ത് എ മുതൽ ഒ വരെ വകുപ്പുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാ കാര്യവും ഒരു ക്ലാസ്സിലിരുന്ന് പറയാൻ സാധിക്കുന്നതല്ല. പക്ഷേ നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോഴും എന്നാണ് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെ അസൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ല എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് പഠിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പം എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന, അല്ലേ? ആ സ്മാർട്ട് ഫോണിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 243 എന്നടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കത് കിട്ടും. ആ 243-ലെ 1-ാമത്തെ എ വകുപ്പ് ഗ്രാമസഭ എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ ഒട്ടും വില കൽപ്പിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ 243-ൽ ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാമസഭയെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വില്ലേജിലെ എല്ലാ വോട്ടർമാരും ഒന്ന് ചേർന്നിരിക്കുന്ന ഒരു പൊതുസഭയാണ് ഗ്രാമസഭ. നമ്മുടെ ഇവിടെ നമ്മൾ വാർഡ് അടിസ്ഥാനത്തിൽ ഗ്രാമസഭ എന്ന് പറയും. ഒരു മണ്ഡലമാണ് ഒരു വാർഡ് എന്ന് പറയുന്നത്. ആ വാർഡാണ് ഒരു ഗ്രാമസഭ.
ആ ഗ്രാമസഭയിലെ മുഴുവൻ വോട്ടർമാരും പങ്കെടുക്കുന്ന വേദിയാണ് അത്. അപ്പം എന്താണ് നമ്മുടെ നേരത്തെ ജനാധിപത്യം അത് നേരെ തലകീഴായി മറിയുകയാണ് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെ സംഭവിച്ചത്. തലകീഴായി മറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർലമെൻറ്റും നിയമസഭയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ? ഈ പാർലമെൻറ്റും നിയമസഭയിലെ ആൾക്കാരാരാ? പാർലമെൻറ്റും നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധിയാണ് എംപിയും MLA മാരുമാണ്. അപ്പോൾ അത് എത്രയോ 10-15 ലക്ഷം ആൾക്ക് ഒരു MP, അല്ലെങ്കിൽ 1-1.5 ലക്ഷം ആൾക്ക് ഒരു MLA, അത്രയേ ഉള്ളൂ ജനാധിപത്യം. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ മുഴുവൻ വോട്ടർമാരുമാണ് ഇവിടെ വരുന്നത്. അതായത് അവിടുത്തെ പാർലമെൻറ്റിന് അല്ലെ സംസ്ഥാനത്തെ നിയമസഭയ്ക്ക് തുല്യമായ ഒരു സംവിധാനമായി ഗ്രാമസഭ മാറുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ മാറിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മാറിയിട്ടില്ല. മാറുന്നു എന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങും. അധികാരം ഉപയോഗിക്കാൻ ഇനി നിങ്ങൾക്ക് അവകാശമുണ്ടോ എന്നുള്ളതിന് അതിന് ഭരണഘടന ഉത്തരം പറയേണ്ടത്. ഇനി ഏതെല്ലാം കാര്യത്തിലാണ് നിങ്ങൾക്ക് അധികാരം ഉപയോഗിക്കാൻ കഴിയുന്നത്? അത് ഈ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തുകൾക്ക് വിട്ടു നൽകിയിരിക്കുന്ന അധികാരങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾ ആ ഫോണിൽ തന്നെ നമ്മുടെ ടേബിൾ 11 ഭരണഘടനയ്ക്ക് പട്ടികകളുണ്ട്. അതിൻ്റെ അകത്ത് 11ാമത്തെ പട്ടിക പഞ്ചായത്തുകൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങളെക്കുറിച്ചാണ്. 29 അധികാരങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ആ 29 അധികാരങ്ങളും പഞ്ചായത്തുകൾക്ക് നൽകിയിരിക്കുന്നതാണ് എന്ന് പഞ്ചായത്തുകൾ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ പറയുന്നത് തന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഈ പഞ്ചായത്തുകളുടെ ഒരു കാര്യം. ഈ നമുക്ക് സംഭവിച്ചൊരു പരാജയം. ഇപ്പോൾ 10-32 വർഷമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു. നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നു, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഭരണഘടനാ ഭേദഗതിയിലൂടെ ലക്ഷ്യം വെച്ച കാര്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. നമ്മളിപ്പോഴും പ്രാതിനിധ്യ ജനാധിപത്യം അംഗീകരിക്കുള്ളൂ എന്നുള്ള വാശിയിലാണ്. അതായത് എനിക്കാണ് അധികാരം എന്ന് ഞാൻ അംഗീകരിക്കുകയില്ല എന്നുള്ള വാശിയിലാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ എത്ര കോൺഗ്രസ്സിന് കിട്ടി, എത്ര CPMന് കിട്ടി, എത്ര BJPക്ക് കിട്ടി എന്നൊക്കെ നിങ്ങൾ തിരക്കുന്നുണ്ട്. നമുക്ക് എന്ത് കിട്ടി എന്ന് മാത്രം നിങ്ങൾ ആരും തിരക്കുന്നില്ല. അതാണ് ഒരു വിഷയം. കഴിഞ്ഞ പഞ്ചായത്ത് നിങ്ങൾ വോട്ട് ചെയ്തല്ലോ, വോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പഞ്ചായത്തിൻ്റെ പ്രവർത്തനത്തിൽ എത്രമാത്രം ഇടപെടാൻ കഴിഞ്ഞു, അത് ഒരു വലിയ വിഷയമാണ്. അത് അറിയത്തില്ലാതെ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകുന്നതിൽ ഒരു കാര്യമില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പഞ്ചായത്തിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് മത്സരിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം. അത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർക്കില്ല. അവരോട് പാർട്ടി പറഞ്ഞതുകൊണ്ട്, അവരുടെ സമുദായം ആവശ്യപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കുടുംബ ബന്ധം വെച്ച് പറഞ്ഞുകൊണ്ട് നീ മത്സരിക്കുക എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരെല്ലാം മത്സരിച്ചത്. അതല്ലാതെ അയാൾ എനിക്കൊരു ജനപ്രതിനിധിയാകണം, ജനങ്ങൾ എൻ്റെ പ്രദേശത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കണം, അവരെ ശാക്തീകരിക്കണം, അവരെ ജനാധിപത്യ വിശ്വാസികളാക്കണം എന്നൊരു തോന്നൽ നമുക്കുണ്ടായിരുന്നില്ല. ഇനി ഞാൻ പറയട്ടെ, പഞ്ചായത്ത് രാജ് നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്ത് മെമ്പർമാർ അധികാരികളല്ല, ആണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അവരല്ലേ കാര്യം നടത്തുന്നത്, അവരല്ലേ റോഡിന് പൈസ വെക്കുന്നത്, അവരല്ലേ ഫ്ലക്സ് വെക്കുന്നത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഏറ്റവും നാണംകെട്ട കാര്യമാണ് ആ ഫ്ലക്സ് വേയും കാര്യമൊക്കെ. കാരണം യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ ജോലി ഒരു ഫെസിലിറ്റേറ്ററുടെ ജോലിയാണ്. അതായത് ഗ്രാമസഭയെ ശാക്തീകരിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അധികാരം ഗ്രാമസഭയ്ക്കാണ് ഉള്ളത്. ആ ഗ്രാമസഭയെ ശാക്തീകരിക്കാൻ പഞ്ചായത്ത് മെമ്പറുടെ ഒരു സഹായം വേണം. സംസ്ഥാനത്ത് മന്ത്രിസഭയുണ്ട്, കേന്ദ്രത്തിലും മന്ത്രിസഭയുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതിയെ അങ്ങനെ ഒരു മന്ത്രിസഭയായി കണക്കാക്കിയാൽ അതിൻ്റെ പാർലമെൻറ്റ് അല്ലെ അതിൻ്റെ നിയമസഭയാണ് ഗ്രാമസഭ. അപ്പോൾ ഗ്രാമസഭയ്ക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയും, അവരെ നിർദ്ദേശിക്കാൻ കഴിയും. നമ്മൾ മന്ത്രിമാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്, അവിടെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, ഇല്ലേ, വോട്ടിലിടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതേ ഒരവസ്ഥയിലേക്ക് ഗ്രാമസഭയെ സങ്കല്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്. നമുക്ക് ഭരണഘടനാ പിൻബലമുള്ള പ്രാദേശിക സർക്കാരുകളാണ് പഞ്ചായത്തുകൾ. പക്ഷേ എവിടെയാണ് നമ്മൾ അധികാരം പാർലമെൻറ്റിനാണ്, അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയ്ക്കാണ്, സംസ്ഥാന മന്ത്രിസഭയ്ക്കാണ്, പിണറായി വിജയനാണ് അധികാരം എന്ന് ഇതിലാണ് നമ്മൾ കഴിയുന്നത്. അതിന് കീഴിലുള്ള അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് എന്ന് നിങ്ങളെല്ലാവരും ധരിക്കുന്നു. നിയമത്തിൽ ഒരിടത്തും അങ്ങനെയല്ല പറയുന്നത്. നിയമത്തിൽ പറയുന്നത് ഇതൊരു പ്രാദേശിക സർക്കാരാണ്, ഇതൊരു സ്വയംഭരണ സർക്കാരാണ്. അതിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അവരാണ്. പക്ഷേ നമ്മൾ എല്ലാ കാര്യത്തിനും ഈ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കും.
അല്ലെ സംസ്ഥാന സർക്കാർ പറയും നിങ്ങളുടെ പൈസയിൽ ഇത്ര മാറ്റിവെയും. കഴിഞ്ഞ ദിവസം ആരോ ABC പദ്ധതിയെക്കുറിച്ച് ചോദിച്ചു. ABC പദ്ധതിക്ക് പട്ടിയെ കുത്തിവെക്കാൻ, പട്ടിയെ വന്ധീകരിക്കാൻ പഞ്ചായത്ത് പൈസ മാറ്റിവെക്കണം എന്ന് സംസ്ഥാന സർക്കാർ നമ്മളോട് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ പഞ്ചായത്തിൽ പട്ടി വിഷയം വലുതാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ? അതിന് നിങ്ങൾക്ക് അധികാരം തന്നിട്ടില്ലേ? പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം അതിനെന്തിനാ വേണ്ടിയത്?